എൻ്റെ വീട്ടിൽ ഞാൻ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പം തയ്യാറാക്കുന്ന ഒരു കടലക്കറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി ഒരു തക്കാളി എടുക്കുക, ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റാം. 2 വലിയ സബോള എടുക്കുക, നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിയുക. ഇനി അടുത്തതായി വേണ്ടത് 3 പച്ചമുളകാണ്. അത് നടു കീറി 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഇടേണ്ടത്. കുറച്ച് കറിവേപ്പില. പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച ഉള്ളി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു മൂടി നമുക്ക് വേവാൻ വെക്കാം. ഉള്ളി നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് മൂടി വെക്കാം. ഇനി നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് അടച്ചു മൂടി വെക്കുക. ഉപ്പിട്ട് വേവിച്ച് വെച്ച വെള്ളക്കടല മിക്സിയുടെ ജാറിലേക്കിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി മസാലയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. റെഡിയായി വന്ന മസാലയിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച വെള്ളക്കടല ചേർത്ത് നന്നായി ഇളക്കി നമ്മൾ അടിച്ചു വെച്ച അരപ്പും കൂടെ ചേർത്ത് കുറുകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴും കടല വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ സമയം നമ്മൾക്ക് ഉപ്പ് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കി ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുക. ഇപ്പം നമ്മുടെ വെള്ളക്കടലക്കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം, പുട്ടിനൊപ്പം, വെള്ളയപ്പത്തിനൊപ്പം ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.